എയർപോർട്ടിൽ നിന്ന് വിമാനത്താവളത്തിൽ നിന്ന് ഷീജ ചേരുകയാണ്. ഷീജ, സുരേഷ് ഗോപി അങ്ങോട്ടുള്ള യാത്രയിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. അവിടേക്ക് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായി നമ്മൾ എടുത്തു കാണേണ്ടത്, നേരത്തെ സുലേഖ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംസ്ഥാന നേതൃത്വത്തിൽ, BJPയുടെ സംസ്ഥാന നേതൃത്വത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ചെറുതായിരിക്കില്ല. കാരണം കെ മുരളീധരനെയും സുരേന്ദ്രനെയും അടക്കം തഴഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നത്. ഇവർ ആദ്യഘട്ടം മുതൽ തന്നെ ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന തൃശ്ശൂരിനൊരു കേന്ദ്രമന്ത്രി എന്നൊരു വാഗ്ദാനം, ഇത് പാലിക്കുന്നതിന് വേണ്ടി സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കുന്ന ഒരു സാഹചര്യം വന്നാൽ സ്വാഭാവികമായും സംസ്ഥാനത്തെ BJP നേതൃത്വത്തിന് അത് ഉണ്ടാക്കുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല എന്ന് വേണ്ട വായിച്ചെടുക്കാൻ. തീർച്ചയായും അഞ്ജന, അതിൽ യാതൊരു വിധത്തിലുള്ള സംശയമില്ല. കാരണം സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രി സ്ഥാനം സംബന്ധിച്ച് തന്നെ വലിയ അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. അതാണ് ഇപ്പോൾ മറന്നിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകിയാൽ അതും വലിയ തോതിലുള്ള പ്രതിസന്ധി ഇതിനകം തന്നെ BJPക്കുള്ളിൽ സൃഷ്ടിക്കും എന്നുള്ളതിൽ സംശയമില്ല. കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന BJPയുടെ നേതാക്കൾ ഉണ്ട്. അതിൽ പ്രധാനമായും ഒരു വിഭാഗം നേതാക്കൾ പറയുന്നത്, മുതിർന്ന നേതാക്കളായിട്ടുള്ള V മുരളീധരൻ, K സുരേന്ദ്രൻ, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ BJPയിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം. പക്ഷേ അവരെയെല്ലാം അവഗണിച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുമ്പോൾ അത് BJPക്കുള്ളിൽ തന്നെ, സംസ്ഥാന BJPക്കുള്ളിൽ തന്നെ വലിയ ആഭ്യന്തര തർക്കങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളതിൽ സംശയമില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതും സൂചനയാണ്. അല്പസമയത്തിനകം മാത്രമേ അതിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ല എന്നുള്ളൊരു ലഭിക്കാത്ത സാഹചര്യത്തിൽ ആ ചടങ്ങിൽ മാത്രം പങ്കെടുക്കുവാൻ വേണ്ടി അവിടെ പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലായിരുന്നു സുരേഷ് ഗോപി എന്നുള്ളതാണ് സുരേഷ് ഗോപിയുടെ അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാവിലെ 6 മണിക്കും അതിനുശേഷം 8:25 ഉള്ള വിമാനങ്ങളിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ 2 വിമാനങ്ങളിലും അവിടെ നിന്ന് ക്ഷണം ലഭിക്കാത്തതിനെ തുടർന്ന് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് സുരേഷ് ഗോപി എത്തിയിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതും ഇവിടെ നിന്നും ഡയറക്റ്റ് ഫ്ലൈറ്റ് അല്ല, ഇവിടെ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള കണക്റ്റഡ് ഫ്ലൈറ്റ് ആണ്. ബാംഗ്ലൂരിൽ നിന്നും പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിലാണ് സുരേഷ് ഗോപി ദില്ലിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം ഏതായാലും സുരേഷ് ഗോപി ഇത്തരത്തിൽ മന്ത്രിസ്ഥാനത്തിലേക്ക് എത്തുന്ന പക്ഷം അതും അതിന് പിന്നാലെയും വലിയ തോതിലുള്ള ആഭ്യന്തര കലഹം തന്നെയായിരിക്കും BJPക്കുള്ളിൽ ഉടലെടുക്കുക എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ശരി, ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. ഷീജ, അതായത് ഇപ്പോൾ അദ്ദേഹം അവിടെ എത്താനായിട്ടുണ്ടോ? 12:30 വിമാനത്തിലാണ് അദ്ദേഹം പോകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം എത്താനായിട്ടുണ്ടോ? എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? എന്താണ്? അഞ്ജന, ഏതായാലും അല്പസമയത്തിനകം തന്നെ സുരേഷ് ഗോപി ഇവിടേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. നേരത്തെ ഒരു 15 മിനിറ്റ് മുൻപാണ് ശാസ്തമംഗലത്തെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നത്. വീട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ അദ്ദേഹം കൂടുതൽ പ്രതികരണങ്ങൾ നടത്താൻ തയ്യാറായിരുന്നില്ല. മോദി തീരുമാനിച്ചു, അത് താൻ അനുസരിക്കുന്നു എന്നുള്ള കാര്യം മാത്രമാണ് സുരേഷ് ഗോപി മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിച്ചത്. ഇവിടെ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അനുമാനിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്തെ ആഭ്യന്തര വിമാനത്താവളത്തിൽ അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ അദ്ദേഹം തീരുമാനിച്ചിരുന്ന വിമാനത്തിൽ പോകാത്ത പക്ഷം ഇപ്പോൾ പ്രത്യേക വിമാനത്തിൽ, അതായത് ഇവിടെ നിന്നും കണക്റ്റഡ് ഫ്ലൈറ്റിലാണ് അദ്ദേഹം പുറപ്പെടുന്നത്. 12:15 കൂടിയുള്ള കണക്റ്റഡ് വിമാനത്തിൽ കയറി ബാംഗ്ലൂരിൽ ഇറങ്ങുക, അതിനുശേഷം അവിടെ നിന്നും പ്രത്യേക ചാർട്ടേഡ് വിമാനത്തിൽ ദില്ലിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ, ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ ഷെഡ്യൂൾ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ഇവിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നതായിരിക്കും. അദ്ദേഹത്തിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ, ഏതായാലും അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചുള്ള വിഷയത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.